കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മർത്തമറിയം സമാജം സൗത്ത് വെസ്റ്റ് ഡയോസിസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഫ്രൈഡേ പ്രേയറിന് ഒരുമിച്ച് വരുവാൻ, നോമ്പിന്റെ ജന്മപ്പെരുന്നാളിലേക്കുള്ള ഈ യാത്രയിൽ 5-ാം ദിവസം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് അപേക്ഷിക്കുവാനും നമ്മെ തന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് അനേകം പേർ ഹൃദയവേദനയോടെ ഇരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുവാനുമായി ഓപ്പണിംഗ് പ്രെയർ നടത്തണമേ എന്ന് ബഹുമാനപ്പെട്ട എബിയ രാമച്ചനോട് അപേക്ഷിക്കുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. നല്ല ഒരു പ്രഭാതം നീ ദാനമായി നൽകി. ഈ ദിവസം നിന്നെ ധ്യാനിപ്പാനും ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, യാചനകൾക്ക് മറുപടി നൽകണമേ. പ്രാർത്ഥിക്കുമ്പോൾ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗികളായിരിക്കുന്നവർ, ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവർ, അവരെല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേക കർത്താവെ, ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകാൽ അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി ശിവാനിയോസ് തിരുമേനിയുടെ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്നു. ആ മാതാവിനെ തൃക്കരങ്ങളിൽ തരുന്നു. ആ കുടുംബത്തെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെയും തിരുസന്നിധിയിൽ തരുന്നു. ഈ പേരുപേരായി ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ. മാതാപിതാക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. യുവാക്കളെ അനുഗ്രഹിക്കണമേ, യുവതികളെ അനുഗ്രഹിക്കണമേ. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ജോലി അന്വേഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പൈതങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. പഠിക്കുന്ന എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ. നിന്റെ ഭക്തിയിലും നിന്റെ ജ്ഞാനത്തിലും വളരുവാൻ നിന്റെ മക്കളെ ഇടയാക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഈ പ്രാർത്ഥനാ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. 2-3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യേ വസിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ഓരോ ചിന്തകളും പ്രവർത്തികളും നിനക്ക് അനുരൂപമായി തീരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ആവശ്യഭാരങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്റെ സന്നിധിയിൽ വരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കും. തിരുപ്പിറവിയിലേക്ക് ഞങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കൃപയിൽ കാത്തു പരിപാലിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലോസിപ്പിക്കണമേ. 2ാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിഥന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അഭിവന്യ തിരുമേനിയുടെ മാതാവ് രോഗാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് ആ പ്രിയപ്പെട്ട മാതാവിനെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ നോമ്പിന്റെ 5-ാം ദിവസമാകുന്നുവല്ലോ. ഇന്ന് പ്രാർത്ഥന നടത്തുന്നത് ഡിട്രോയിറ്റ് റീജിയൻ ആകുന്നു. അടുത്ത എല്ലാ ദൈവാലയങ്ങളെയും അഭിഷിക്തരെയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജേക്കബ് അച്ഛനും പിസി ജോർജ് അച്ഛൻ, ജെറി അച്ഛൻ, ജെയിംസ് ചെറിയാൻ അച്ഛൻ, ജോൺ ചമാശൻ, എല്ലാവരെയും, അതുപോലെ തന്നെ മർത്തമറിയം സമാജം ഭാരവാഹികളെയും പ്രാർത്ഥന നടത്തുന്നവരെയും ഇന്ന് മെസ്സേജ് തരാനിരിക്കുന്ന ഷിജു ബേബി അച്ഛനെയും പ്രത്യേകമായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട എലിസബത്ത് ഫ്രാൻസിസ് പാട്ട് പാടുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ? കേൾക്കാമല്ലോ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ
ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. പച്ചയാം പുൽമേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. പച്ചയാം പുൽമേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. ഇരുളല വീഴും താഴ്വരയിൽ വഴി തെളിച്ചെന്നും കൂടെ വരാം. ഇരുളല വീഴും താഴ്വരയിൽ വഴി തെളിച്ചെന്നും കൂടെ വരാം. വഴി തെളിച്ചെന്നും കൂടെ വരാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം, നൊമ്പരങ്ങൾ എന്നും ഞാൻ അകറ്റാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. മുറിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ, ഉടനവനരികിൽ അണഞ്ഞരുളി, ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. താങ്ക് യു. ഇടയനെ വിളിച്ച് കരയുമ്പോൾ നമ്മുടെ കാൽ വഴുതാതെ ഇടയൻ കാത്തുകൊള്ളും. പ്രിയപ്പെട്ട എലിസബത്ത് ഫ്രാൻസിസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാണ്. എല്ലാവരും ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. പ്രിയപ്പെട്ട അമ്മ റീന തോമസ് ആണ് വായിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 39 to 56. പ്രിയപ്പെട്ട മരീന വായിക്കണമേ. Barakmor. Now Mary arose in those days and went into the hill country with haste to a city of Judah, and entered the house of Zacharias and greeted Elizabeth. And it happened, when Elizabeth heard the greeting of Mary, that the baby leaped in her womb, and Elizabeth was filled with the Holy Spirit. Then she spoke out with a loud voice and said, "Blessed are you among women, and blessed is the fruit of your womb. But why is this granted to me, that the mother of my Lord should come to me? For indeed, as soon as the voice of your greeting sounded in my ears, the baby leaped in my womb for joy. Blessed is she who believed, for there will be a fulfillment of those things which were told her from the Lord." Mary exults in God the Magnificent, and Mary said, "My soul magnifies the Lord,
and my spirit has rejoiced in God my Saviour. For he has regarded the lowly state of his maidservant. For behold, henceforth all generations will call me blessed. For he who is mighty has done great things for me, and holy is his name. And his mercy is on those who fear him from generation to generation. He has shown strength with his arm. He has scattered the proud in the imagination of their hearts. He has put down the mighty from their thrones and exalted the lowly. He has filled the hungry with good things, and the rich he has sent away empty. He has helped his servant Israel in remembrance of his mercy, as he spoke to our fathers, to Abraham, and to his seed forever. And Mary remained with her about 3 months and returned to her house. Barikmore. പ്രിയപ്പെട്ട മരീന തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മോളി മാത്യു, വിനീത ജോസഫിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സെയിന്റ് ഗ്രിഗോറിയസ് ചർച്ചിന്റെ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമയും അനുതാപ പ്രാർത്ഥനയും സമയമാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യണമെന്ന് അപേക്ഷ. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീവായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലതു കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, എന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും എന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ നടത്തിയ കൗമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും നാം ഇരിക്കുന്ന ഭവനങ്ങളെ, നമ്മുടെ ദേശം, നാം വിട്ടു ദേശം, അതുപോലെ എല്ലാ ഭരണാധികാരികളെ, എല്ലാ ദേശങ്ങളെയും അനുഗ്രഹിക്കുവാൻ ഇടയാകുമെന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും.
പ്രിയപ്പെട്ട ബെൻസി മാത്യു ആണ് പാട്ട് പാടുന്നത്. ബെൻസി മാത്യു പാടണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ ആൻറ്റി? കേൾക്കാം. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു, താൻ ജീവന്റെ കിരീടം എനിക്കു താരുന്നു. തന്മുഖത്തിൻ പ്രകാശം ഹായെത്ര മധുരം, ആ നല്ലൊരവകാശം എന്റേതു നിശ്ചയം. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു, എനിക്കു വിപരീതം ആയ കയ്യെഴുത്ത് തൻ ക്രൂശിൻ തിരുരക്തം മായിച്ചു കളഞ്ഞു. ശത്രുത തീർത്തു സ്വർഗം എനിക്കു തുറന്നു. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു, എൻ ഹൃദയത്തിൻ ഖേദം ഒക്കെ തൻ തീർക്കുന്നു. എൻ വഴിയിൽ പ്രയാസം ഞെരുക്കം സങ്കടം വരുമ്പോൾ നല്ല ശ്വാസം യേശുവിൻ മാർവിടം. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു, താൻ നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു. താൻ തുടങ്ങിയ വേല എന്നിൽ നിവർത്തിക്കും. തൻ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളും. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു, തൻ വാരവു സമീപം നേരം പുലരുന്നു. ദിവ്യമഹത്വത്തോടു താൻ വെളിപ്പെട്ടിടും. ഈ ഞാനും അവനോടു കൂടെ പ്രകാശിക്കും. താങ്ക് യു. യേശു സംഗീതവും ബലവുമാകുന്നു. അത് പാടി പുകഴ്ത്തിയ ബെൻസി മാത്യുവിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകുവാനും സൗഖ്യമാകുവാനും സംരക്ഷണമാകുവാനും വചനം സഹായിക്കണമെന്ന് അപേക്ഷിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ഷിജു ബേബി അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ഷിജു ബേബി അച്ഛൻ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ മെസ്സേജ് കിട്ടിയത്. ഏത് സമയവും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുവരെ നിങ്ങൾ എന്നെ സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജോയിൻ ചെയ്യാനായിട്ട്. ഇപ്പം നാട്ടിൽ നിന്ന് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല ഫോണുകളും മാറി മാറി അച്ഛൻ നോക്കുന്നുണ്ട്.
അച്ഛൻ അത് കയറാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സമയവും ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുമുണ്ട്. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന്റെ പശ്ചാത്തലം ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ പശ്ചാത്തലം ഷെഖേമിന്റെ താഴ്വരയിൽ ഉള്ളതാണ്. യഹോവയെ സേവിക്കുന്ന ഒരു കുടുംബം, പലതരത്തിലുള്ള കുടുംബങ്ങളുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കുടുംബങ്ങളും ദൈവത്തെ സേവിക്കുന്ന ഒരനുഭവമായി മാറുക. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്ന് നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുക. പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. സന്തോഷം. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ കയറിയില്ലെങ്കിൽ അത് എനിക്ക് പ്രയാസമായിട്ട് വന്നേന്. എന്തായാലും അച്ഛൻ ചേർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പറയുക. ഒരു കുടുംബം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണിപ്പോൾ. ഒരു കുടുംബം കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. ഡിസംബർ 25-ാം തീയതി ഡെലിവറി ഡേറ്റാണ്. എത്ര പ്രതീക്ഷയോടെയാണ് ഒരു കുടുംബം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഈ കുഞ്ഞിന് വേണ്ടി ഒരു കുടുംബം മാത്രമല്ല, ലോകം മുഴുവൻ കാത്തിരിക്കുക. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ അനുഭവത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഇത് ജനിക്കുന്നത് ഏതെങ്കിലും ആശുപത്രിയിലല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കുടുംബം മുഴുവനായി പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടി കയറി ഇറങ്ങി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക എന്നുള്ളത് നമുക്ക് അത്യന്തം ആവശ്യമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. അത് നഷ്ടപ്പെടാത്ത ദൈവസ്നേഹത്തിന്റെ, കരുതലിന്റെ ഒരു കാതലായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ പലപ്പോഴും പറയും, നമ്മളെല്ലാം ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഉടനെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാം. പക്ഷെ ഉടനെ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉത്തരം ഉടനെ ഇല്ല. ഉടനെ ഒന്നും പോകണമെന്ന് താല്പര്യമില്ല. ഒരു കുടുംബം മുഴുവനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുന്നത് പോലെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന അനുഭവത്തിൽ ക്രിസ്തു ജനിക്കാനും അതിൻ്റെ ഒരു പൂർണ്ണത കണ്ടെത്താനും നമുക്ക് കഴിയുന്ന നാളുകളാണ് ഈ 25 ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബേത്ലഹേമിലേക്കുള്ള യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഓരോ വെളിപാടും ദർശനങ്ങളും അത് കൂട്ടിച്ചേർത്ത് യാത്രയ്ക്കുള്ള വഴിയാഹാരമായി മുൻപോട്ട് കൊണ്ടുപോകുവാനും അത് പൂർത്തീകരിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഷിജു ബേബി അച്ഛനാണ് ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്. അച്ഛൻ ഏനാത്ത് സ്വദേശിയാണ്, അടൂർ ഏനാത്ത് സ്വദേശിയാണ്. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ അടൂർ കരുവാറ്റ സെന്റ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിന്റെ ശുശ്രൂഷകനായി, വികാരിയായി പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ വിവിധ പ്രസ്ഥാനങ്ങളിൽ, അതിന്റെ നേതൃത്വങ്ങളിലൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും
അച്ഛൻ്റെ ശുശ്രൂഷകളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം അല്പസമയം ചേരുവാൻ അച്ഛൻ കാണിച്ച സ്നേഹത്തിന്, സമയത്തിന് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ MFVSന്റെ ഫ്രൈഡേ പ്രയറിലേക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കേൾക്കാമോ അച്ഛാ? കേൾക്കാമോ? കേൾക്കാം. ആദ്യമേ ഒരു സോറി പറയുന്നു, കാരണം ഇതൊന്ന് കണക്ട് ആവാൻ വേണ്ടി ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഐ എം സോറി. നിങ്ങളുടെ സമയത്തിന് ഒരു പ്രയാസം, ക്ഷമിക്കണം. കുഴപ്പമില്ല, അച്ഛൻ സമയത്ത് തന്നെ കയറി. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം അച്ഛാ. പ്രാർത്ഥിക്കാം. ബാറക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമിൽ നീക്ക് തന്നെ. ആമേൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച വലിയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വർഷം അവസാനിക്കാനായി പോകുന്നു. തിരുപ്പിറവിയുടെ സന്ദേശം സന്തോഷമായി ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചില സമയങ്ങൾ കൂടിയാണല്ലോ ഇപ്പോൾ. ഞങ്ങൾക്ക് നൽകിയ ഒരു ക്രിസ്മസിനോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഒരു വർഷം ഞങ്ങൾ നടത്തി പരിപാലിച്ച വിധങ്ങൾക്ക് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തേജസ്സോട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നന്ദി അപേക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിനായി തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തിരുമനസ്സായണമേ. ചുമതലക്കാരെ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരോട് കരുണയുണ്ടാകണമേ. അല്പസമയം കൂടെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. കുറവുകൾ ഓർക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാൾ സ്തുതി സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ സ്നേഹമുള്ള എബിയച്ചൻ, ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച പ്രിയ ഷീന സിസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമുഖങ്ങൾ അധികമില്ലാതെ ഒരു പഴയ നിയമ വേദഭാഗമാണ് ഒരല്പസമയം ചിന്തിക്കാമെന്ന് കരുതുന്നത്. നമ്മൾ പാടുന്ന ഒരു പാട്ടിലെ 2 വരികളാണ്. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ച 2 വരികളാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാകാം. അതിങ്ങനെയാണ്: ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമീനി വാരികയില്ല, ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല, എന്റെ കാലുകൾ ഇടറുകില്ല. ഈ പാട്ട് നമുക്കറിയാം. അതിന്റെ 2 വരികൾ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. അത് എവിടെയാണ് അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്? വേദവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം ഇങ്ങനെയാണ് പറയുന്നത്: അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുകയും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. ഇസ്രായേൽ മക്കളുടെ മഹത്തായ പ്രയാണം, ജീവിതമാണ്, അവരുടെ യാത്രയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഈ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം ഉടനീളം ആ കാര്യമാണ് വിവരിക്കുന്നത്. നമുക്കറിയാം. നമുക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഏകദേശം 600,000 വരുന്ന ജനം മോശയുടെ ലീഡർഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ അവർ മോശയോട് വല്ലാതെ പെറുപിറുക്കുകയാണ്, ദൈവത്തോട് വല്ലാതെ പെറുപിറുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമുക്ക് ചില കാര്യങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവരായ നമ്മളോട് ഈ തിരുവചനം ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒന്ന് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അത് കൃത്യമായി ഈ പറഞ്ഞ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യാണ്. ജനമെല്ലാം വല്ലാതെ അസ്വസ്ഥമായപ്പോ, ആളുകളെല്ലാം എതിരായപ്പോ മോശ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പറയണേ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: ദൈവം നമ്മുടെ യാത്രയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് സ്വാഭാവികമായും പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോ അവിടെ നമുക്കൊന്ന് ഉറച്ചു നിൽക്കുവാൻ, ആരിൽ ഉറച്ചു നിൽക്കുവാൻ? നമ്മളെ വിളിച്ച ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളെ വിളിച്ച ദൈവത്തിന്
നമ്മളെപ്പറ്റി നല്ല പദ്ധതി ഉണ്ടെന്നും അത് ശാന്തമായ ഇടത്തേക്ക് എത്തിക്കുന്നതാണെന്നും പ്രതിസന്ധികൾ കൈവിടാത്തതാണെന്നും ഉള്ള നല്ലൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു വർഷം കഴിയാൻ പോവുകയാണ്. ഒന്നിനായ അച്ഛൻ നമ്മോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, തിരുപ്പിറവിയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്ന ഒരു വലിയ ദൗത്യമുണ്ട്. അത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ആഴമാണ്. അപ്പോൾ അത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഒന്ന് വ്യാപരിപ്പിക്കുവാൻ, അതിനൊന്ന് പ്രസരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം വിളിച്ച നമ്മുടെ ജീവിതയാത്രയിൽ ആ വിളിയിൽ ഒരു ഉറച്ചു നിൽക്കുവാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക എന്നുള്ളത് വർത്തമാനകാല ആവശ്യമാണ്. രണ്ടാമത്തെ ചിന്ത ഇത്രയാണ്, നമ്മൾ ദൈവം വിളിച്ചവരാണ്, ആ വഴി കൂടെ യാത്ര ചെയ്താണ്. എന്നാൽ ആ യാത്രയിൽ, ആ വഴികളിൽ ചെറുതും വലുതുമായ പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ മുഖം കാണുവാനും അവിടെ ദൈവം ഇടപെടുന്നത് അനുഭവിക്കുവാനും നമുക്ക് കഴിയണം. ഇവിടെ ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ടുവരുമ്പോ മുന്നിൽ ഒരു ചെങ്കടലാണ്, പുറകിൽ ഫറവോന് സൈന്യമാണ്. മോശയോട് വടി നീട്ടുവാനായി പറയുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു. അപ്പൊ മുന്നിലുള്ള ചെങ്കടൽ, മുന്നിലുള്ള പ്രതിസന്ധി, പിറകിലുള്ള പ്രതിസന്ധി, അവിടെ ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. കാരണം അങ്ങനെ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ യാത്രയിൽ വരുമ്പോ അവിടെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുവാനുള്ള വലിയ അവസരമാണെന്ന് ശാന്തമായി മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാട്ടിലെ മൃഗങ്ങളിൽ ശാന്തമായി ജീവിക്കുന്ന കഴുത്തിന് ഏറ്റവും നീളമുള്ള ജീവിയാണ് ജിറാഫ്. ഈ ജിറാഫ് സാധു ജീവിയാണെങ്കിലും ജിറാഫിന്റെ അമ്മ അതിന് പ്രസവ സമയത്ത് അല്പ ക്രൂരമായി ഇടപെടുന്നത് നമ്മൾ കാണും. പ്രസവിച്ചിടുന്ന കുഞ്ഞിനെ അതിന് പുറംകാല് കൊണ്ട് തട്ടും. അതൊരു പന്തുരുള്ളത് പോലെ ഉരുണ്ടുപോകും. അങ്ങ് ഉരുണ്ട് ചെന്ന് കിടക്കുമ്പോൾ അവിടെയും തട്ടും ഇങ്ങോട്ട്. ഒരു 3-4 പ്രാവശ്യം തട്ടി കഴിയുമ്പോഴേ കുഞ്ഞ് എഴുന്നേൽക്കും. എന്തിനാണ് ഞാൻ തട്ടുന്നത് അറിയാമോ? ഈ കഴുത്തിന് നീളമുള്ള ഈ സാധു ജീവിക്ക് അതിന് ശ്വസന പ്രക്രിയ വളരെ കൃത്യമായി നടക്കുന്നതിനും ശത്രുമൃഗങ്ങൾ അതിനെ ആക്രമിക്കാൻ വരുമ്പോ അതിന് പുറംകാലുകൾ കൊണ്ട് ശക്തമായി പൊടിപടലങ്ങൾ അടിച്ചു പടർത്തി ഇങ്ങനെ മുന്നോട്ട് ഓടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ ജീവിതത്തിന്റെ യാത്ര, ഈ പ്രതിസന്ധി, ഈ സങ്കടം, ഈ വേദന ഈ കുഞ്ഞിനെ അത് കൂടുതൽ കരുത്തുള്ളതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ കൂടെയാണ് ഈ അമ്മ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മളോടൊപ്പമുണ്ട്. ആ പ്രതിസന്ധിയിൽ അപ്പുറത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ കാണുന്നതിന് വേണ്ടിയുള്ള സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടുന്നതെന്ന് അത് ശാന്തമായി തിരിച്ചറിയുമോ? നോക്കൂ, ഒരു കൊച്ചു ബാലികയിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കും, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനമുണ്ട്. ഈ കൃപ ലഭിച്ച മറിയം യാത്രയിലുടനീളം പ്രതിസന്ധികളാണ്. എഴുതപ്പുറത്ത് കയറി പോകുന്നു, സത്രത്തിൽ ചെല്ലുന്നു, സംഘർഷങ്ങൾ നേരിടുന്നു, ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ദൈവം പ്രീതിപ്പെട്ട, ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിന് കൃപ ലഭിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രയിൽ ഈ പ്രതിസന്ധി ഉണ്ടായത് എന്താണ്? അതിനപ്പുറത്ത് ലോകരക്ഷകന്റെ പിറവിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ജീവിതത്തിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചിരിക്കുന്ന വിളിയിൽ നമ്മുടെ മനസ്സിനൊരു നല്ല ഉറപ്പ് വേണം. രണ്ടാമത് നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ആ വിളി ദൈവം വിളിച്ചിട്ടുള്ളതാണ്, ശരിയാണ്. പക്ഷെ പ്രതിസന്ധികൾ പിന്നാലെ വരും. ആ പ്രതിസന്ധികളിൽ പതറിപ്പോകരുത്. കാരണം അവിടെ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് നാം കാണുന്നതിനുള്ള അവസരമാണ്. അത് 14 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വരുമ്പോ നാം അത് മനസ്സിലാകും. കൃത്യമായി പറഞ്ഞാൽ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇസ്രായേലർക്ക് മുന്നമേ നടന്ന ആ ദൂതൻ അവർക്ക് പിന്നമേ നടക്കുകയാണ്. കാരണം ശത്രു സൈന്യം ആക്രമിക്കാതിരിക്കുവാൻ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, ദൈവത്തിന്റെ അത്ഭുതകരമായ കരവലയത്തിൽ ഈ ജനം സുരക്ഷിതമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ അളവറ്റ കരുണ, ദൈവകൃപ അവരെ വല്ലാതെ വലയും ചെയ്യുന്നത് നാം ഇവിടെ കാണുന്നുണ്ട്. മൂന്നാമതായി നാം കാണുന്നത്, അങ്ങനെ വരുന്ന യാത്രയില് അടിയുറച്ച ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്ത് വിശ്വാസമാണ്? അത് കൃത്യമായി പറയുമ്പോൾ അതൊരു സാക്ഷ്യമായി മാറും. ആ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു, ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു.
ജനത്തിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുവാൻ, ഒരു സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ ദൈവം അവരുടെ ഇടയിൽ ഇടപെടുന്നതാണ് അടുത്ത വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഈ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രതിസന്ധി ഉണ്ടാകും. അവർ പോലും ചിന്തിക്കാത്ത തരത്തിലാണ് പിന്നെ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അവർക്ക് മുന്നേ നടന്ന ദൂതൻ അവർക്ക് പിന്നമേ നടന്നു. ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചമായി, എന്നാൽ ഇസ്രായേൽക്ക് അത് ഇരുട്ടായി. നേരം പുലരുന്ന സമയത്ത് പ്രഭാതയാമത്തിൽ 24-ാമത്തെ വാക്യം, പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം നോക്കുമ്പോ ഈ സൈന്യം പിന്നാലെ വരുന്നത് കാണുകയാണ്. എന്നാൽ അവർ പോലും ചിന്തിക്കാതെ രഥചക്രങ്ങളുടെ ഗതി മാറ്റി മിസ്രൈമ്യരെ തകർത്തു കളഞ്ഞു. അവർ പോലും ചിന്തിക്കാതെ ദൈവത്തിന്റെ ഇടപെടൽ അവർ അനുഭവിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ചിന്തയിലേക്ക് വരുന്നത്. ആ ജനം യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രവാചകനായ, ദൈവത്തിന്റെ അഭിഷിക്തരായ മോശയിലും അഹറോനിലും വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവം വിളിച്ചിട്ട് ദൈവം അത്ഭുതകരമായി നമ്മളെ നടത്തി പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളുടെ വലിയ വേലിയേറ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. എന്നാൽ അവിടെ നിന്ന് ദൈവത്തിന് നമ്മളെ പറ്റി വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴാണ്. അത് മാത്രമല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. കുറെ കാലം കഴിഞ്ഞ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും, ഓ എത്ര ഭയങ്കരമായിരുന്നു ദൈവത്തിന്റെ കൃപയെന്ന്, ദൈവത്തിന്റെ കരുതൽ എത്ര ഭയങ്കരമായിരുന്നു എന്ന്, ദൈവത്തിന്റെ അനുഗ്രഹം എത്ര ഭയങ്കരമായിരുന്നു എന്ന്. കാരണം അവർ അതിനു മുമ്പ് പോയിട്ടില്ലാത്ത യാത്ര, അവർ അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ദൈവ കരുതൽ, അവർ മനസ്സിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ദൈവിക ഇടപെടൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഒരു വർഷം അവസാനിക്കാനേ പോകണേ. ഒരു വർഷം അവസാനിക്കാനേ പോകുമ്പോ നാം ശാന്തമായി തിരിഞ്ഞു നോക്കിക്കേ. ഒത്തിരി ക്രിസ്മസുകൾ നാം കണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കൂടെ ഇത്രമാത്രം ക്രിസ്മസിൽ കണ്ടവർ എത്രയോ പേര് പെട്ടെന്ന് ലോകത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ദൈവം ഒരു അവസരം നൽകിയത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടോ നമ്മളോട് സ്നേഹം കൂട്ടിട്ടോ അല്ല, എന്നാൽ ദൈവത്തിന്റെ കരുതലിന്റെ ആഴം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ആ കരുതലിന്റെ ആഴം നാം തിരിച്ചറിയുമ്പോൾ അവന്റെ കൃപയിൽ അവനിൽ എത്രമാത്രം വിശ്വാസത്തിന്റെ തീവ്രത നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ശാന്തമായി തിരിച്ചറിയുമോ? വിശ്വാസത്തിന്റെ തീവ്രത അത് വാക്കുകൾ കൊണ്ട് പറയുന്നതിനോ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതിനോ അപ്പുറമല്ല. പിന്നെ അത് എങ്ങനെയാണ്? അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം കാണേണ്ടതാണ്. ജീവിതത്തിന്റെ യാത്രയിൽ നാം അനുഭവിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് അത് ദൈവത്തിന്റെ വലിയ ദൈവവുമായുള്ള ബന്ധം നൽകുന്നതാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകല്ലേ. ദൈവം വിളിച്ചത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്ന് ധരിക്കല്ലേ. ദൈവം വിളിച്ചത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവകൃപ വ്യാപരിക്കും എന്നുള്ളത് ശാന്തമായി നാം തിരിച്ചറിയണം. ഈ അടുത്ത സമയത്ത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച 2 പേരുടെ ജീവിതമുണ്ട്. ഒന്ന് ജോൺസൺ മാഷ് എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒത്തിരി പാട്ടുകൾ എഴുതിയ മനുഷ്യൻ. ഈ പാട്ടുകൾ എഴുതിയ മനുഷ്യന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ ആ സഹധർമ്മിണിയോട് നടത്തിയ ഇന്റർവ്യൂ മീഡിയകൾ വന്നു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു, ജോൺസൺ മാഷ് മരിച്ചു, മകൻ മരിച്ചു. ആ വീട്ടിൽ ഒത്തിരി സംഘർഷങ്ങളായി. അവസാനം അദ്ദേഹത്തിന്റെ വൈഫിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ മഹതി പറഞ്ഞ മറുപടി ഉണ്ട്, ഇതെല്ലാം ദൈവം എനിക്ക് തന്നതാണ്, ഇതെല്ലാം എടുത്തതും ദൈവമാണ്. എന്നാൽ ആ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് യാതൊരു കുറവുമില്ല. അതിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകില്ല. അതുപോലെയാണ് ഈ മലയാള നടിയായിരുന്നു ഫിലോമിന എന്ന് പറയുന്ന നടിയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മക്കളൊക്കെ ഇറക്കി വിട്ടിട്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടി. അദ്ദേഹത്തെ പറ്റി എഴുതുമ്പോഴും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതെ നിങ്ങളുടെ ഭാര്യ മരിച്ചു, നിങ്ങളുടെ മകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 പേരും ജീവിതത്തിന്റെ 2 മേഖലകളിൽ നിൽക്കുന്നവരാണ്. 2 പേരും ക്രൈസ്തവർ കൂടിയാണ്. നോക്കൂ, ഒത്തിരി പ്രതിസന്ധികൾ വന്നിട്ടും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ദൈവം അറിയാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ
ഇവിടെ കാണുന്ന ഇന്ന് കണ്ട മിസ്രൈം എന്ന് നമ്മൾ പറയുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധിയായി നമുക്കൊന്ന് കാണാം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില സംഗതികളാകാം. അതിനെ കണ്ട് ഭയപ്പെടല്ലേ. ചെയ്യേണ്ട ഒറ്റ കാര്യം, ആദ്യം ചെയ്യേണ്ടത് വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്ത് പ്രതിസന്ധി വന്നാലും അവൻ കൈവിടുകയില്ല എന്നുള്ളൊരു ഉറപ്പ്. 2, ദൈവം വിളിച്ചത് കൊണ്ട് പ്രതിസന്ധി ഉണ്ടാവുകയില്ല എന്ന് ധരിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കുറച്ചുകൂടെ നല്ലതാക്കി തീർക്കാൻ വേണ്ടി, കുറച്ചുകൂടെ മേത്തരമാക്കി തീർക്കാൻ വേണ്ടി, കുറച്ച് നന്മ നൽകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കവി നാലപ്പാട്ടിന്റെ വരിയിൽ പറയുന്നത് പോലെ, ഉരുക്കിടുന്നു എഴുന്നീരിലിട്ട് മനുഷ്യകൃത്താം കനകത്തേതോ പടിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ ഭുവനീക ശില്പി. മനുഷ്യനെ കണ്ടനീരിലിട്ട് ഉരുക്കിയെടുക്കുകയാണ്. എന്തിനാണ്? മേത്തരമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിസന്ധി നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുമോ? എന്ത് നന്മയാണ്! ഇസ്രായേൽ മക്കൾ ചിന്തിക്കാത്ത തരത്തിൽ ദൈവത്തിന്റെ ദൂതന്റെ ഇടപെടൽ, ദൈവത്തിന്റെ കരം വ്യാപരിച്ചു, അവർക്ക് വിജയം കിട്ടി. ഏറ്റവും അവസാനം പറഞ്ഞു, അതുകൊണ്ട് എന്താ ചെയ്തത്? 31-ാമത്തെ വാക്യം, 14 പുറപ്പാട് പുസ്തകം 14-31 വാക്യം, ജനം യഹോവയായ ദൈവത്തിലും അവന്റെ അഭിഷിക്തത്തിലും വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ക്രിസ്മസായി ഈ ക്രിസ്മസ് മാറട്ടെ. ദൈവവിശ്വാസത്തിന്റെ ആഴം കൂടുതലായി അനുഭവിക്കുന്ന ഒരു ന്യൂ ഇയർ ആയി മാറട്ടെ. സർവശക്തൻ ദൈവത്തിന്റെ വലിയ അത്ഭുത കൃപകളിൽ നിങ്ങൾ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി വിദൂരതയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും എല്ലാ ആശംസകളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട ഷീന സഹോദരിയോടും നന്ദി. അനുവാദം നൽകിയ പ്രിയപ്പെട്ട എബിയച്ചനോട് പ്രത്യേക നന്ദി. ശ്രദ്ധാപൂർവം കേട്ട നിങ്ങളെ എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ കാണുവാൻ അവിടുന്ന് കൃപ നൽകുന്നുവല്ലോ. ഒരു ക്രിസ്മസ് കൂടെ കാണുവാൻ അവിടുന്ന് കൃപ നൽകി ഞങ്ങളുടെ തേജസ്സോട് നിറയ്ക്കണമേ. ദൈവകൃപ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. നിന്റെ മക്കൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മിസ്രൈം മക്കളുടെ ജീവിതത്തിൽ അവരിന്ന് കണ്ട മിസ്രൈമിനെ എനിക്ക് കാണുകയില്ല. മിസ്രൈം എന്ന് പറയുന്ന ചില പ്രതിസന്ധി യാത്രകളാകാം. ആ പ്രതിസന്ധികളിൽ ദൈവത്തിൽ ഒരു ഉറപ്പ്, ഒരു നല്ല വിശ്വാസം. ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ദൈവത്തിന് പദ്ധതിയുള്ളതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം മൂലം നിന്നിലുള്ള വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. കൃപയിൽ കാത്തു പരിപാലിക്കണമേ. തേജസ്സോട്ട് നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള റൂഹായുടെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കല്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടോ? Is there God in the trials and tribulations in our life? I would say it's an unconditional presence and love which makes us go through, which is a catalyst, which makes us move on to the beautiful shore. And not only that, it gives us strength and peace. ശക്തിയും സമാധാനവും നൽകി നമ്മളെ മുൻപോട്ട് നടത്തുന്നത്. And above that, there's a purpose in suffering. ഒരു കാരണമുണ്ട്. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ട്. There's a purpose. Without a purpose, nothing will happen in our life. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് we should prepare ourselves not only for blessings, but to overcome the trials and tribulations with prayer, faith and love of God. അതാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം. ദൈവത്തോടുള്ള സ്നേഹം, നമ്മുടെ വിശ്വാസം, അതിനെ ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന
ഒരു ഉപകരണമായി പ്രതിസന്ധികളെ ഉപയോഗിക്കണം. അതാണ് അച്ഛൻ അത് നമ്മളോട് പറഞ്ഞത്. അച്ഛൻ്റെ വാക്കുകളെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി ഉപയോഗിക്കുന്ന ഒരു ടൂളായി, ഉപകരണമായി ആ വാക്കുകൾ ആയിത്തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പരാൻ അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിന്റെ മാർത്ത മറിയം സമാജത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഷിജു ബേബി അച്ഛൻ്റെ മെസ്സേജ്, ദൈവം തമ്പുരാൻ അച്ഛനിൽ കൂടി തന്ന മെസ്സേജിന് ഏറ്റവും നന്ദി പറയും. അച്ഛനെയും കൊച്ചുമയും കുഞ്ഞുങ്ങളെയും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. പ്രതിസന്ധികളുടെ സമയത്ത് കൃപയോടുകൂടി അവയെ തരണം ചെയ്യാനുള്ള ശക്തി തരണമേ എന്ന് അടിയങ്ങളും പ്രാർത്ഥിക്കുന്നു. അത് എന്തു വന്നാലും ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും പൂർണ്ണ വിശ്വാസത്തിലേക്ക് അത് നയിക്കണമേ എന്നും എല്ലാവർക്കും അതിനുള്ള കൃപ തരണമേ എന്നും അടിയങ്ങളും പ്രാർത്ഥിക്കുന്നു. അച്ഛനും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. അഭിവന്യ പരിശുദ്ധ ബാവ തിരുമേനി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇവാനിയസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി തിരുമേനിയുടെ മാതാവിനെ, പ്രിയ മാതാവ് അന്നമ്മ ചാക്കോ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകമായി കർത്താവിൻ്റെ അണിപ്പെഴുതുള്ള കരങ്ങൾ നീട്ടി മാതാവിന് വേണ്ട ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും, ദൈവവേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അഭിഷിക്തരെയും, ബഹുമാനപ്പെട്ട തിരുമേന്മാരെയും അച്ഛന്മാരെയും ശമാശന്മാരെയും കുസുമമാരെയും എല്ലാ ആത്മീയ സംഘടന പ്രവർത്തനങ്ങളെയും ഇടവ പുരോഹിതന്മാരെയും ആർട്ട് ബോയ്സിനെ എല്ലാവരും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗാവസ്ഥയിലിരിക്കുന്ന ഐറിൻ ജെ അലക്സ് അച്ഛനെ മണപ്പള്ളി വികാരിയാണ്. ബോംബെയിലുള്ള സന്തോഷ് അച്ഛനെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. വൈങ്ങോലി അച്ഛനെ സമർപ്പിക്കുന്നു. ശാന്ത തോമസ്, ഷിനി ബോബി, ആ മകൾക്ക് കുറെ ആശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിലും കുറെ ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട്, സൗഖ്യത്തിന് വേണ്ടി യാത്ര ചെയ്യാനുണ്ട്. വർഗീസ് പി എസ് അച്ഛനെ സമർപ്പിക്കുന്നു. എബി തോമസ്, ദിലീപ് കുരുവിള, ഷാനു തോമസ്, അരുൺ, ലിസി സ്തോത്രത്തോടെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഉമ്മൻ കൊര, റേച്ചൽ, എലിസബത്ത് സക്രിയ, കുഞ്ഞുമോൻ എന്ന അദ്ദേഹത്തിന്റെ സർജറി ആവുന്നു. നിമി കൊച്ചുമയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരെ നമ്മൾ പ്രാർത്ഥനയെ സമർപ്പിച്ചപ്പോൾ അനേകം പേരുടെ റിക്വസ്റ്റ് ഉണ്ട്. സൗഖ്യം പ്രാപിച്ചവർക്ക് വേണ്ടി സ്തോത്രം അർപ്പിക്കുന്നതോടൊപ്പം ഇനി സൗഖ്യം പ്രാപിക്കാനിരിക്കുന്നവരെയും സൗഖ്യം പ്രാപിച്ചിട്ടില്ലെങ്കിലും അതേ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ മെസ്സേജിൽ കേട്ടതുപോലെ ദൈവം തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും എന്നുള്ള വിശ്വാസമുണ്ട്. ആ അവസ്ഥയിൽ മുൻപോട്ട് പോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയൽ ജോജിക്ക് വേണ്ടി സ്തോത്രത്തോടെ മകന് സൗഖ്യം പ്രാപിച്ച് സെമിനാരിയിലേക്ക് പോയിട്ടുണ്ട്. റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഇനി ഇമ്മ്യൂണോതെറാപ്പി വേണോ എന്ന് ആലോചിക്കുന്ന സമയമാകുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിയാന് വേണ്ടി 2 വർഷത്തിന് മുൻപ് മുതൽ പ്രാർത്ഥനയെ സമർപ്പിച്ച ചെറിയ കുഞ്ഞാവുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാണ്. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാ രോഗാവസ്ഥയിലുള്ള മക്കളെയും സമർപ്പിക്കുന്നു. ബാപ്റ്റിസമായ ഹന ഐഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജോൺ സക്രിയയുടെ ബാപ്റ്റിസത്തിന് വേണ്ടി വീണ്ടും ആ ബാപ്റ്റിസ്തരായ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന നിഷ, ഷീജ ഇവരെ ഓർക്കുന്നു. അതുപോലെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതായത് അജിത്, ശശി, സുരേഷ്, ഷാജി ഇവർക്ക് വേണ്ടി പ്രത്യേകമായി അപേക്ഷിക്കുന്നു. ന്യൂ ബോൺ ആയിട്ടുള്ള എലേന ആൻഡ് ലീവൈ 2 പേര്
ന്യൂ ബോൺസ് ആണ്. അവരെ പ്രയർ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുകയും സ്തോത്രത്തോടെ അവരെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ട്രാവൽ ചെയ്യുന്ന മക്കളെ ക്ഷേമമായി എത്തിയ അമ്മുക്കുട്ടിക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ട്രാവലിലിരിക്കുന്ന അച്ചാമ്മ ആൻഡ് എലിസബത്ത്, ആന തോമസ്, മിന്നു എലിസബത്ത് വരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന എല്ലാ മക്കളും ഡ്രൈവേഴ്സ് വേറെ ക്ഷേമമായിട്ട് എത്തിക്കണമേ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാ മക്കളും, ടെർമിനൽ ഇൽനെസ് ഉള്ളവർ, പാലിയേറ്റീവ് കെയർ, ഹോസ്പിസ്, മെഡിക്കൽ ടീം, അനാഥർ, വിധവമാർ വരെ ഓർത്ത് ആരും ഇല്ലാത്തവർക്ക് പ്രാർത്ഥിക്കും. ജനറേഷന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയം, ലഹരിയുടെ ബുദ്ധിമുട്ടില്, ഇന്റർനെറ്റിന്റെ മോശമായ വശങ്ങളിൽ അകപ്പെട്ടു പോകുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള്, പൈശാചിക പീഡകള്, പ്രലോഭനങ്ങള് അതിജീവിക്കാൻ വയ്യാതെ വിഷമിക്കുന്നവര്, ധാരാളം മക്കളെ സൂയിസൈഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഡിപ്രഷനിൽ അകപ്പെടുന്നവര്, പഠനത്തില് ശ്രദ്ധ പഠിക്കാൻ വയ്യ, പരീക്ഷകളില് അവർക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുന്നില്ല, ഭാവി എന്താണെന്ന് അറിയാതെ വിഷമിക്കുന്നവർ, ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർ, ജോലി ഇല്ലാതിരിക്കുന്നവർ, കുടുംബജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്നവര്, സ്വയം സമാധാനമില്ലാതെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കൾ, കുഞ്ഞുമക്കൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ യാചിക്കുന്നു. ലിഡിയ, 2 ആൻമാര്, എലിസബത്ത് 2, കാരോളിൻ, അന്ന, ആൽബിറ്റ്, ലോറൻസ്, മേരി, ഇത്രയും മക്കളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ തലകൾ വണക്കിക്കുന്ന എല്ലാ മക്കളുടെയും മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ദൈവാലയ ആരാധനയിൽ പങ്കെടുക്കുവാനും കുടുംബ പ്രാർത്ഥന, കുദാശകളെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കുവാനും അവർ ദൈവ രാജ്യമഹത്വത്തിനായിട്ട് ആയിത്തീരുവാനായിട്ടും കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പ്രാർത്ഥിക്കുന്നവരും ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാവണമെന്ന് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൽ വിഷമം അനുഭവിക്കുന്നവര്, ക്രിസ്ത്യാനികളായി പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമം അനുഭവിക്കുന്നവരും പ്രാർത്ഥിക്കുന്നു. ഇലക്ഷൻ ആയിരിക്കുന്ന സമയമാകുന്നു. കറക്റ്റായിട്ടുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കണമേ പ്രാർത്ഥിക്കാം. വോളണ്ടറി സംഘടനകളെ സമർപ്പിക്കുന്നു. ധാരാളം ജയിൽ മിനിസ്ട്രി ഉള്ളവരെ, കുറ്റം ചെയ്തുമില്ലാതെയും ജയിൽവാസം അനുഭവിക്കുന്നവര്, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകള്, അതുപോലെ തന്നെ രോഗാവസ്ഥയില്, സാമ്പത്തിക ക്ലേശം, പഠനത്തിന് സാമ്പത്തിക അവസ്ഥയില്ലാത്തവര്, കിടക്കാൻ ഭവനമില്ലാത്തവര് ധാരാളം പേരുണ്ട്. ഈ നോമ്പിന്റെ അവസ്ഥയിൽ അവരെ സഹായിക്കാനുള്ള കൃപ നമുക്കും ധനികരായിരിക്കുന്നവർക്കും വേണ്ട കൃപ കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്രയക്കാരന്റെ നിലയിൽ ധാരാളം വോളണ്ടറി സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. റീകൺസ്ട്രക്ഷനിലിരിക്കുന്ന ചർച്ച മുമ്പേ നാം സൂചിപ്പിച്ച ഡിട്രോയിറ്റിലെ സെയിന്റ് ഗ്രിഗോറിയോസ്, ഹ്യൂസ്റ്റണിലെ സെയിന്റ് ഗ്രിഗോറിയോസ്, സെയിന്റ് സ്റ്റീഫൻസ്, കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, അതുപോലെയുള്ള എല്ലാ ചർച്ചസിനും ദേവസ്വം സമർപ്പിക്കുന്നു. എല്ലാം പണി പൂർത്തിയാക്കി എല്ലാവർക്കും ഒരുപോലെ ആരാധനയ്ക്ക് പങ്കെടുക്കുവാനും ദൈവരാജ്യ മഹത്വത്തിനായി തീരാനും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ സഭാ നേതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സഭയുടെ സമാധാനത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യേകമായി നമുക്ക് യാചിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്നോ അന്നയുടെ കണ്ണുനീർ കണ്ട ദൈവമേ, കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആൽവി കൊച്ചുമയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ദീപ കൊച്ചുമ, കൊച്ചുമോൻ ലാജി, ലാലി, ലത, ലേഖ, ലേതു, 2 ലിബിമാർ, ലീല, ലിൻഡ, ലിനി, ലിറ്റി, ലിയ, ലിസ് ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ രാജ്യമഹത്വത്തിനായി വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവർക്ക് തക്ക തുണയെ ലഭിക്കണം എന്നത് കുടുംബം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാകുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന ഏബൽ, സോഹൻ, കാരൾ, ജെറമി, മിന്നു, ആലൻ, അശ്വിൻ, സിറിൽ, ബെന്നി, ജെഫേഴ്സൺ, ഷേമ, ജോജി, ടീന, ടിജ, മറിയ, ലീന, ടാഷൻ, നിക്കോൾ, ധാരാളം മക്കളുണ്ട്.
വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കളുണ്ട്. മാതാപിതാക്കൾ അതിനോർത്ത് ഭാരപ്പെടുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. തക്ക ഉടനെ കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ മക്കളെ സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് ദുഃഖിക്കുന്നവരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തോമാ ദിവാനസ് തിരുമേനിയുടെ ഓർമ്മ 53-ാം ഓർമ്മ പെരുന്നാളായിരുന്നു. ഭംഗിയായി നടക്കുവാൻ ദൈവം സഹായിച്ചു. അനേകർ അവിടെ കൂടി വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദി പറയുന്നു. തിരുമേനിയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. പ്രത്യേകമായിട്ട് റവറൻഡ് ഫാദർ സജി മാത്യു താനിമോട്ടിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഉള്ള വർദ്ധീസിൽ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെറ്റ്സി കൊച്ചമ്മ, രൂപേൻ അച്ഛൻ, കിസിയ കൊച്ചമ്മ, കുഞ്ഞ് എല്ലാവരും വേണ്ടി അവർക്ക് ആശ്വാസത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മറിയം സൂസൻ മാത്യുവിന്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ടി എ ജോർജ്, അതുപോലെ ത്രേസ്യാമ്മ ജോയ്ക്കുട്ടി, ചിന്നമ്മ ജോയ്ക്കുട്ടി, 2 പ്രിയ മക്കൾ ഡിട്രോയിറ്റിലെ സെന്റ് ഗ്രിഗോറിയോസ് ചർച്ചിലെ 40 മിനിറ്റ് ഇടവിട്ട് ദേവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയ MOS-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരായിരുന്നു. അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുകയും ഇപ്പോഴവരുടെ ഫ്യൂണറൽ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടന്നിരിക്കുന്നു. അവരെ ദേവസന്നിധിയിൽ കർത്താവെ ഉള്ള പർദീസിൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. പാപ്പച്ചൻ കെ വർഗീസ് നിമി കൊച്ചമ്മയുടെ ഫാദർ 40 പ്രാർത്ഥനയായിരുന്നു. ജിജി ജെയ്സൺ 27 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം സൂയിസൈഡ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളാവും. അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. കുര്യൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറാമ്മ വർഗീസ്, നോർത്ത് ഈസ്റ്റിലെ ഡയസിസ് സെക്രട്ടറി വർഗീസ് ഡാനിയലച്ചന്റെ മാതാവ്, ജിജി ശാമുവൽ അച്ഛന്റെ മാതാവ് ഏലിയാമ്മ ശാമുവൽ, ഇതെല്ലാം ദേവസന്നിധിയിലേക്ക് കടന്നുപോയ മക്കളാവുന്നു. അവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. മെലിസായ്ക്ക് വേണ്ടി ദേവസന്നിധിയിൽ കടന്നുപോയ മെലിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാ അഭിഷിക്തന്മാരുമായ എല്ലാവരുടെയും ആത്മാക്കളെ ദുഃഖിക്കുന്ന അവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മറിയാമ്മ മാത്യുവിനെയും കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മ മാത്യു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമല്ലോ ഇല്ലയോ ടീച്ചറെ? കേൾക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മനസ്സലിവുള്ളവനായ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, ഇന്നേ ദിവസം നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് അല്പസമയം വന്നിരുന്ന് നിന്റെ തിരുവചനം കേൾപ്പാനും ധ്യാനിപ്പാനും പാടുവാനും സ്തുതിപ്പാനുമായി അടികൾക്ക് നൽകി തന്ന അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടികളാരും എല്ലാവരും പാപികളാണ്, ദോഷികളാണ്, കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉള്ളവരാണ്. കർത്താവേ, വന്നുപോയിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും ഒന്നും അടികളോട് അവിടുന്ന് കണക്കിടില്ലേ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ തലകൾ വണക്കിയിരിക്കുന്ന അടികളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും കുടുംബങ്ങളെയും പൈതങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ പലവിധ ആവശ്യങ്ങൾ ഭാരങ്ങളാൽ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ചോദിക്കാതെയും നനയ്ക്കാതെയും ഞങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അറിയുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവേ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ട് കൊള്ളുവീൻ. ഞാൻ നിങ്ങളെ പുലർത്താമെന്ന് കൽപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ തളർന്നു പോകാതെ എല്ലാം അറിയുന്നവനായി ഞങ്ങളുടെ കർത്താവ് എപ്പോഴും കരുതുന്നവനായി കൂടെ ഉണ്ടെന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ അടിങ്ങൾക്ക് ഇടയാക്കണമേ. നിന്റെ കൃപയും കരുണയും അടികളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ വാതിൽ മുട്ടുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വാതിൽ തുറക്കപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ. ഇപ്പോൾ നിന്റെ വചനം കേട്ട് ഞങ്ങൾ കർത്താവേ, വചനം സംസാരിച്ച ദാസനെ അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കേട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട വചനം 60, 100 മേനിയായി വിളയുവാനിടയാക്കണമേ. അത് കർത്താവേ, പാഴ്മണ്ണിൽ വീണ പോലെയല്ല, അത് നല്ല മണ്ണിൽ വീണ് കർത്താവേ അന്ത്യം വരെ ആ വചനം അനുസരിച്ച് ജീവിപ്പാനിടകളെ ഓരോരുത്തർക്കും ഇടയാക്കണമേ.
ഞങ്ങളുടെ രോഗികളെ വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനും ഔഷധവുമായി നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. അവിടെ ഞങ്ങൾ പേരുകൾ സമർപ്പിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, പലവിധ വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. നീ തൊട്ടവരും നിന്നെ തൊട്ടിലും ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അവിടുത്തെ അദൃശ്യകരങ്ങൾ അവരെ തൊടണമേ, തൊട്ട് സൗഖ്യം കൊടുക്കണമേ. നിന്റെ വചനം അയച്ച് സൗഖ്യം കൊടുക്കണേ കർത്താവേ. വിശ്വാസത്തോടെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു കർത്താവേ. വിശ്വാസത്തോടെ എന്ത് യാചിച്ചാലും അവിടുന്ന് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അവിടുന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താണിറങ്ങി വന്ന പുൽക്കൂട്ടിൽ ജാതനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ താഴ്മ എത്ര വലുതാകുന്നു എന്നറിഞ്ഞു താഴ്മയോട് വിശ്വാസത്തോടും കൂടി ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ചമ്മാച്ചന്മാർ, ശുശ്രൂഷകർ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടി നിന്റെ വേല ചെയ്യുവാൻ അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെയും കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ തലമുറകളൊന്നും വഴിതെറ്റിപ്പോകാതെ അവിടുന്ന് കാത്തുകൊള്ളണേ കർത്താവേ. നല്ല കൂട്ടിനെ തിരഞ്ഞെടുപ്പാൻ, തെറ്റായ കൂട്ടുകെട്ടിലൊന്നും ചെന്ന് വീണു പോകാൻ അവിടുന്ന് ഇടയാക്കല്ലേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ വിട്ടുപോകുന്ന രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിത്തരണേ പിതാവേ. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ സ്വർഗീയ മണവറയിൽ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സന്ദർശിക്കണമേ കർത്താവേ. പരിപൂർണ സൗഖ്യത്തെ ദാനം ചെയ്ത് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഇവിടെ ഞങ്ങൾ അനേകം പേരുകൾ നിന്റെ സന്നിധിയിൽ വെച്ചു കർത്താവേ. അവിടുന്ന് എല്ലാവർക്കും പരിപൂർണ സൗഖ്യത്തെ ദാനം ചെയ്യണമേ പിതാവേ. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നാതാ. ഞങ്ങൾ പാപികളാണ്, കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. എല്ലാം ക്ഷമിച്ച് പുണ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന നീ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ തിരുക്കരങ്ങൾ തൊട്ട് രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. വിഷമിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ മണിവറിൽ പ്രവേശിപ്പിക്കണേ കർത്താവേ. എൻ്റെ ദൈവമേ, നാളെ നടക്കാൻ പോകുന്ന കർത്താവേ ഫ്യൂണറൽ സർവീസ് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാലാവസ്ഥയൊക്കെ അവിടുന്ന് നിയന്ത്രിക്കണേ. എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ കർത്താവേ. നാഥാ, നിന്റെ ക്രിസ്മസിനായി നിന്റെ വരവിനായി ഒരുങ്ങുന്ന ഈ സമയത്ത് കർത്താവേ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വിശദീകരിക്കണമേ. അപ്പാ നിന്റെ മക്കളായി ജീവിപ്പാൻ അന്ത്യം വരെ നിന്നിൽ ആശ്രയിച്ച് അവിടുന്ന് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം അവിടുന്ന് എത്ര അതിശയകരമായ അടികളെ നടത്തുന്നപ്പോ, എത്ര അതിശയമായ രോഗങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പ്രയാസപ്പെടേണ്ട, ധൈര്യപ്പെടുവീൻ, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എപ്പോഴും താങ്ങും തണലുമായി കൂടെയുണ്ടെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. വാർദ്ധക്യം കാലത്തോളം ഞാൻ നിങ്ങളെ പുലർത്താവുന്നു കർത്താവേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാവരെയും, പ്രയാസപ്പെടുന്നവരെയും, ഭാരം എല്ലാവരെയും പേരുപേരായി കുടുംബമായി ഓർത്ത് പ്രാർത്ഥന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ആരും വീണ് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാനിടയാക്കല്ലേ. അവിടുത്തെ കരങ്ങളാൽ തൊട്ട് സൗഖ്യത്തെ കൊടുക്കണമേ കർത്താവെ. അനേകായിരങ്ങളിൽ നഴ്സിംഗ് ഹോമിൽ കിടന്ന് ഭാരപ്പെടുന്ന പ്രയാസം വേദനയാണ് അവരൊക്കെ അവിടുന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ ആരെയും അറിയുന്നില്ലെങ്കിലും എൻ്റെ കർത്താവ് എല്ലാവരെയും കാണുന്നവനാകും. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ ഓരോ ദിവസവും എല്ലാവരെയും അവിടെ നടത്തണമേ, കരുതണമേ, കാക്കണമേ, കൂടെ ഇരിക്കണമേ. നിന്റെ അദൃശ്യകരങ്ങളാൽ തൊട്ട് സൗഖ്യത്തെ കൊടുക്കണേ. നിന്റെ വചനമയച്ച് സൗഖ്യം കൊടുക്കണേ കർത്താവെ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവെ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ നീ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നെക്കുറിച്ച് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് സംഗീതക്കാരൻ പറയുന്നത് പോലെ എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ഓരോ ദിവസവും പൊട്ടുപാൻഡികൾ എല്ലാവരെയും ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഈ കൂടി വരവിനായി സ്തോത്രം കർത്താവേ. ഓരോ ദിവസവും ഇത് കൂടുതൽ ആൾക്കാർ ഇതിലിടപെടുവാൻ വന്നു ചേരുവാൻ അവിടുന്ന് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാം അറിയുന്നവനായ ഞങ്ങളുടെ കർത്താവേ, നിങ്ങളുടെ രോഗികളെ വീണ്ടും നിന്റെ സന്നിധി സമർപ്പിക്കുന്നപ്പോൾ അവിടെ പേര് പറഞ്ഞ എല്ലാവരെയും നീ തൊടണമേ, തൊട്ട് സൗഖ്യത്തെ കൊടുക്കണേ, ദുഷ്ടകരങ്ങൾ തൊടണമേ പ്രാർത്ഥിക്കുന്നപ്പോ ഈ സമയം എൻ്റെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതാ നന്ദിയോട് സ്തോത്രം. ചോദിച്ചതിലും അധികമായ കൃപകളെ കൊണ്ട് അടിങ്ങളെ നിറച്ചു കൊള്ളണമെന്ന് യേശുരക്ഷകന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്ന വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും നമ്മുടെ ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ലിനി കൊച്ചമ്മ. താങ്ക് യു ആന്റി. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇന്ന് നമുക്ക് വചനം പറഞ്ഞു തന്ന ഷിജു ബേബി അച്ഛനോടുള്ള നന്ദി ഡയസിഷൻ MMVSന്റെ പേരിൽ അർപ്പിക്കുന്നു. അതുപോലെ ഈ ഡയസിഷൻ MMVSനെ ലീഡ് ചെയ്യുന്ന ABI അച്ഛൻ ഷീനായോടുള്ള നന്ദിയും അർപ്പിക്കുന്നു. ഈ പ്രെയർ കോർഡിനേറ്ററായിട്ട് സ്തുത്യമായി കഠിനമായി പ്രവർത്തിക്കുന്ന എലിസബത്ത് ആൻറ്റിയെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്ന് ഡിട്രോയിറ്റ് റീജിയൻ ആണ് പ്രെയർ ലീഡ് ചെയ്തത്. ഡിട്രോയിറ്റ് റീജിയനിലെ എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം ബൈബിൾ റീഡ് ചെയ്ത മോളി മാത്യു, ബിനിത, മെറീന തോമസ്, പാട്ടുപാടി നമ്മളെ അനുഗ്രഹിച്ച സഞ്ജു, ബെൻസി മാത്യു, അതുപോലെ പ്രെയർ നമ്മൾക്ക് വേണ്ടി ഇന്റർസെസറി പ്രെയർ നടത്തിയ മറിയമ്മ മാത്യു ആൻറ്റിയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് അതുപോലെ ഈ മീറ്റിങ്ങിൽ വന്നു കൂടിയിരിക്കുന്ന എല്ലാ റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, എല്ലാ MMVS ഭാരവാഹികളോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിനെ പങ്കുചേർന്ന ഈ മീറ്റിങ്ങിൽ കൂടി അനുഗ്രഹം പ്രാപിച്ച ഓരോ വ്യക്തികളോടുമുള്ള നന്ദി പറയുന്നു. MMVS അംഗങ്ങളും അംഗങ്ങളല്ലാത്തവരും ഈ മീറ്റിങ്ങിൽ കൂടുന്നുണ്ടെന്നറിയാം. എവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു നോയമ്പിന്റെ അനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു.